എക്സാലോജി കമ്പനിക്കെതിരായ SFIO അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നൽകിയ ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കില്ല. ഇന്ന് ലിസ്റ്റ് ചെയ്ത കേസുകളുടെ കൂട്ടത്തിൽ ഈ ഹർജി ഉൾപ്പെട്ടിട്ടില്ല. വിവരങ്ങളുമായി മനീഷ് മൂർത്തി ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. അടിയന്തര പ്രാധാന്യമായി തന്നെ കേസ് ഇന്ന് പരിഗണിക്കുമെന്നുള്ളതായിരുന്നു ലഭിച്ചിരുന്ന വിവരങ്ങൾ. പക്ഷേ കർണാടക ഹൈക്കോടതിയിലെ കേസ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ആ കേസ് ലിസ്റ്റിൽ ഇന്ന് എന്തായാലും ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച, അല്ലെങ്കിൽ നമ്മൾ ഈ എക്സാലോജിക്കിന്റെ അഭിഭാഷകരുമായി നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് അവരും പറയുന്നത് തിങ്കളാഴ്ചയായിരിക്കും കേസ് പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇന്ന് തന്നെ കേസ് പരിഗണിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെയാണ് ഹർജി നൽകുന്നത്. പക്ഷേ എന്തായാലും ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ കേസ് ലിസ്റ്റിൽ എന്തായാലും ആ ലിസ്റ്റിൽ ആ കേസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഈ ഹർജിയുടെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ SFIOയുടെ അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടക്കുന്നു. KSIDCയിൽ ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് വീണ വിജയന് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നോട്ടീസ് നൽകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്തായാലും ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. KSIDCയിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണ സംഘം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് തുടർച്ചയായി വീണ വിജയനും നോട്ടീസ് നൽകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് എന്തായാലും എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ആ കേസ് ഇന്ന് പരിഗണിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് മനീഷ് മൂർത്തിയാണ്.